അലി മറ്റു വിവാഹത്തിന് തയ്യാറായിരുന്നുവെന്നും നബി അനുവദിക്കാതിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ടല്ലോ. അതെ, അത് വേറൊരു വിഷയമാണ്. നബി വഫാത്താകുന്നത് വരെ നബി ഇസ്ലാമിൽ എന്താണെന്ന് വെച്ചാൽ ഖുർആനിൽ തന്നെ 4 വരെ വിവാഹം എല്ലാവർക്കും കഴിക്കാം. നബിക്ക് അതിന് എക്സെപ്ഷൻ ഉണ്ട്. ഇത്രയും ഒരുപാടൊക്കെ അനേകം ഭാര്യമാരും മറ്റ് ഇതൊക്കെ ഉണ്ട്. എന്നാൽ ഈ അലിക്ക് അലി ഒരിക്കൽ അതിന് ട്രൈ ചെയ്തു. അപ്പോൾ നബി മുഖം തറപ്പിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നബിയുടെ നിര്യാണം വരെ അലിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ശേഷം കഴിച്ചിട്ടുണ്ട്. ഉണ്ട്. ഉദാഹരണത്തിന് അബൂബക്കർ അവസാനം ഒരു കല്യാണം കഴിച്ചിരുന്നു. അയാളുടെ മരണം ഒരു 2 വർഷം മുമ്പ്. അസ്മാ ബിൻത് ഉമൈസ്. പന്തയം വെച്ചാണ് കല്യാണം കഴിക്കുന്നത്. അല്ല, അതൊക്കെ അവരിലുള്ള ഒരു ശീലാണ്. ഞാൻ ഈ മറ്റു യുക്തിവാദികൾ ചെയ്യുമ്പോൾ ഇസ്ലാമിലെ കല്യാണം അല്ല പക്ഷെ നമുക്ക് അതാണ് ഞാനും ആ ചരിത്ര വായന അങ്ങനെ കാണുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ ഇത് പറയേണ്ടി വരുന്ന എവിടെ നിന്നറിയാം, ഇത് മാതൃകാ പുരുഷന്മാരാണ്, സ്വർഗത്തിന്റെ അവകാശികളാണ് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഈ വിമർശനം വളരെ ശക്തമായി ഉന്നയിക്കുന്നത്. പക്ഷെ ചരിത്രപരമായി വായിക്കുകയാണെങ്കിൽ നബി ചെയ്തതും ആയിഷ ചെയ്ത മറ്റേ അബൂബക്കർ ചെയ്തതും അലി ചെയ്തതും ഒരു വിമർശന വിധേയമാക്കേണ്ട കാര്യമില്ല. അവിടെ പിന്നെ മറ്റൊരു വിഷയം വരുന്നത് പക്ഷെ മറ്റൊരു വിഷയം വരുന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നിഷേധിച്ചിരുന്നു എന്നതുകൂടിക്കൊണ്ട് നമ്മൾ വിമർശിക്കേണ്ടി വരുന്നു. അല്ലാതെ ചരിത്രപരമായി അത് തെറ്റല്ല. പക്ഷേ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന മാതൃകാ പുരുഷൻ, സ്വർഗത്തിന്റെ അവകാശികൾ, ഈ മാതൃകാ പുരുഷൻ എന്ന് വെച്ചാൽ മാതൃകയാക്കേണ്ടവൻ എന്നാണ് അർത്ഥം. അത്തരത്തിൽ മാതൃകയാക്കേണ്ട ആണെന്ന് ചോദിച്ചാൽ ഈ മാതൃക അല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും അത് മാതൃകയാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്ന വിഷയം ഇതൊരു വേറെ വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ പറഞ്ഞു കൊണ്ടുവന്ന വിഷയം ഈ ഇസ്ലാമിൽ ഗോത്രപരമായിട്ടുള്ള പക്ഷപാതങ്ങൾ ഉണ്ട്. അതായത് ഇത് മാത്രമേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വരാം. അതായത് അലി ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്, 1-ലധികം വരം, 2-ആയോ 4-ആയോ അങ്ങനെയല്ലേ പറയുന്നത്. പക്ഷെ അത് അലിക്ക് നബി ബാധകമാക്കാൻ സമ്മതിച്ചില്ല. തനിക്ക് വരുമ്പോൾ നോവും എന്നുള്ളത്. ഉരുക്ക് തണ്ടി ഉപദേശം ഉരക്കല്ലേ എന്ന് പറഞ്ഞതുപോലെ അലിയാണെങ്കിൽ നീ കെട്ടണ്ട, ഈ രണ്ടും തന്നാലും വേണ്ട നബിയുടെ ആ സ്വാർത്ഥതയുടെ താങ്കൾക്ക് പറയാനില്ല. ബാക്കി ഗോത്രീയത ഞാൻ പോയിന്റിലേക്ക് വരികയാണ്. അതായത് ഈ 10 പേരിൽ ഈ ഞാൻ പറഞ്ഞ പോലെ ചെറിയ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉള്ള ആളെ പോലും ഈ 10 പേരിൽ മറ്റൊരാളുടെ പേര് പറഞ്ഞു. അയാളുടെ സ്വഭാവ ദൂഷ്യം പറഞ്ഞില്ലായിരുന്നു. സുബൈർ ഇബ്നുൽ അവ്വാം. അദ്ദേഹത്തിന്റെ ഭാര്യ ആരാണെന്നറിയോ? ആയിഷ ബീവിയുടെ മൂത്ത ജ്യേഷ്ഠത്തി അസ്മാ ബീവിയാണ്. അത് ശരി, സഹലൻ, നബിയുടെ സഹലനാണ്. അസ്മാ ബീവിയെ ഒരു ദിവസം സുബൈർ ഇബ്നുൽ അവ്വാം മർദ്ദിച്ച് ഏതാണ്ട് കൊന്നുപോകുമെന്ന ഘട്ടത്തെത്തിയപ്പോ മകൻ അബ്ദുള്ള പോയി പിടിച്ച് അബ്ദുള്ള വലിയ അഭ്യാസിയായിരുന്നു. മകൻ അബ്ദുല്ലാഹിബിൻ സുബൈർ. അങ്ങനെ അബ്ദുല്ലാഹിബിൻ സുബൈർ പോയി 2 പേരെയും ഉമ്മയെ രക്ഷിക്കുകയും ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഈ സുബൈർ ഇബ്നുൽ അവ്വാം. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഉമറിന് ഏകദേശം ഈ ധാരയിലുള്ള ആളല്ലേ. ഉമറിനെ എനിക്ക് വലിയ ബഹുമാനമാണ്. കാരണം വെച്ചാൽ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അലകും പിടിയും സൃഷ്ടിച്ചത് എന്ന് പറയേണ്ടി വരും. കാരണം നബി പോലും കാണാൻ കഴിയാത്ത പല സജഷൻസും ബുദ്ധിമാനായിരുന്നു. നല്ല ഒരു പാറ്റിത്തെറിഞ്ഞ പൊളിറ്റീഷ്യനാണ് ഈ ഉമർ. നിങ്ങൾ വിൻസ്റ്റൺ ചർച്ചിൽ അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ ഒരു കഴിവുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷെ അത് അദ്ദേഹം കൊല്ലപ്പെടുകയും അത് അടിമയോട് അടിമ ന്യായം ചോദിച്ചു വന്നപ്പോൾ അന്യായമായി വിധിച്ചു എന്നതുകൊണ്ട് ഇതൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ. അത് അതിലൊന്നും വലിയ കാര്യമില്ല. ചരിത്രത്തില് അതെന്താന്ന് വെച്ചാൽ എന്താണ് കൊന്നത് എന്നുള്ളത് ഒരു ദുരൂഹമാണ്. എന്തോ ഉണ്ട്, അതിൽ പല കാര്യങ്ങൾ നമ്മൾ സംശയിക്കേണ്ട. ആ വിഷയത്തിലേക്ക് ഞാൻ ഇപ്പം കടക്കുന്നില്ല. എങ്കിലും ഒരു നമസ്കാര സമയത്ത് ഒരു അക്രമി വന്ന് കത്തി കൊണ്ട് കുത്തുകയാണ് വയറിൽ. അങ്ങനെയാണ് മരണപ്പെടുന്നത്. അവിടെയോ ഒരു കാര്യം നമ്മൾ നേരത്തെ അലിയുടെ സ്വഭാവ ദൂഷ്യം പറഞ്ഞില്ലേ. ഉമർ കുത്തേറ്റ് വീണ്. അപ്പം സഹാബികളൊക്കെ പുതിയ അമീറിനൊക്കെ തിരഞ്ഞെടുക്കണം. അപ്പം പല ഉയർന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പല കൂടിയാലോചന നടത്തുകയാണ്. അപ്പം
ഈ ഉമറിന്റെ മകൻ ഇതിന്റെ രോഷത്താൽ ഈ കുത്തിക്കൊന്ന അക്രമിയെ കൊലയാളിയെ എന്ത് ചെയ്തു വെച്ചാൽ അലിയുടെ മകൻ ഉബൈദുള്ള ഈ കൊലയാളിയെ ഒറ്റ വെട്ടിന് കൊണ്ടുവന്നു. അപ്പോ നമ്മൾ ഇതിനെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കൊലയാളി ഉണ്ടല്ലോ, കൊലയാളിയെ കൊന്നത് തെറ്റായിപ്പോയി. അത് വിചാരണ ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇതെന്താ വെച്ചാൽ രോഷത്തിന് പെട്ടെന്ന് പോകുന്നു. ഇതിനെന്താ പരിഹാരം എന്നുള്ള ചോദിച്ചപ്പം പലരും നമുക്കത് അങ്ങനെ ചെയ്യാൻ പല അഭിപ്രായവും പറയുന്നത്. അപ്പൊ അലി പറഞ്ഞ എന്താണെന്നറിയോ, ഉബൈദുള്ളയെ കൊല്ലുക. ഈ അക്രമിയെ കൊലയാളിയെ ഇദ്ദേഹം വെട്ടിക്കൊന്നതുപോലെ ഉബൈദുള്ളയെയും വെട്ടിക്കൊല്ലാന്ന്. അദ്ദേഹം ഉമറിന്റെ മകനാണല്ലോ, സഹാബിയാണ്. പിന്നെന്താ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുവാന്ന്. അപ്പോ സഅദ് ബിൻ അബീ വഖാസ് അദ്ദേഹം പറഞ്ഞു, ഇതാ ഇന്നലെ ഉമറിനെ പിന്നെ കൊല ചെയ്തു, ഇന്ന് അദ്ദേഹത്തിന്റെ മകനെയും നമ്മൾ കൊല ചെയ്യുക. ഇത് ആലോചിച്ചിട്ട് വേണം. ഇങ്ങനത്തെ ഒരുതരം വ്യക്തി വിദ്വേഷത്താൽ എന്ത് ഹീനമായ ഒരു പിന്നെ അഭിപ്രായമുള്ള ഒരാളാണ് അലി. അപ്പൊ ഞാൻ പറയാം, നമ്മൾ പോയിന്റ് ഞാൻ പറഞ്ഞ ഗോത്ര ഈ 10 പേരും മുഹാജിറുകളാണ് നമ്മൾ പറഞ്ഞു. നമുക്ക് ഇത് വിശദമായി ചർച്ച ചെയ്യാൻ ഇടയ്ക്കൊരു പ്രധാനമായ ചോദ്യം, അതായത് നബിക്ക് ശേഷം അലി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കാൻ കാരണം ഇത്തരം ചരിത്രങ്ങൾ ആരും പറയുന്നില്ല. ചരിത്രം അറിയാവുന്നവരെ കൊണ്ട് പറയിക്കുകയാണ്. ഞാൻ പറയാം. അബൂബക്കറിന്റെ അവസാന കാലത്ത് കഴിച്ച കല്യാണം, ആ ഭാര്യയുടെ പേരായിരുന്നു അസ്മാ ബിൻത് ഉമൈസ്. ഈ അസ്മാ ബിൻത് ഉമൈസിൽ ജനിച്ച ഒരു കുട്ടിയുണ്ട് അബൂബക്കർ. അവന്റെ പേരാണ് മുഹമ്മദ് ബിനു അബീബക്കർ എന്ന് പറയുന്നത്, ചെറുപ്പക്കാരൻ. അപ്പോ അബൂബക്കർ നിര്യാതനാകുന്ന സമയത്ത് ഈ മുഹമ്മദ് ബിൻ അബീബക്കർ മുലകുടി മാറിയിട്ടുണ്ടാവില്ല. അങ്ങനെ അതാണ്. പക്ഷേ നബിയുടെ മരണശേഷമാണോ ഈ മുഹമ്മദ് ബിൻ അബീബക്കർ ജനിച്ചത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ അബൂബക്കർ മരണപ്പെട്ടപ്പോൾ ഈ അസ്മാ ബിൻത് ഉമൈസിനെ ആര് കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ പിന്നെ അലി ഇബ്നു അബീ താലിബ് കല്യാണം. ഈ അസ്മാ ബിൻത് ഉമൈസിന്റെ അബൂബക്കർ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പേ വേറെ ആരാ കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ അലിയുടെ അനുജൻ ജഅഫർ ബിൻ അബീ താലിബ്. ജഅഫറിന്റെ ഭാര്യയാണ്, അബൂബക്കറിന്റെ ഭാര്യയാണ്. അവരെയാണ് ഈ അലി കല്യാണം കഴിക്കുന്നത്. അലി കല്യാണം കഴിച്ചതോടുകൂടി എന്തായിന്ന് വെച്ചാൽ അബൂബക്കറിന്റെ മകൻ ഈ മുഹമ്മദ് ബിൻ അബീബക്കർ, അദ്ദേഹം എന്തായിന്ന് വെച്ചാൽ അലിയുടെ ഒരു വളർത്ത പുത്രനാണ്. സാങ്കേതിക ശരിക്കും പറയുകയാണെങ്കിൽ രക്തത്തില് അബൂബക്കറിന്റെ മകനാണെങ്കിലും യഥാർത്ഥത്തിലുള്ള വളർത്തിയ പിതാവിന്റെ സ്ഥാനത്ത് ആരാണെന്ന് വെച്ചാൽ അലിയാണ്. അതുകൊണ്ടാണ് അത്രയും വലിയ ഈ എന്താണ് ഈ പക്ഷപാതം ഈ അബൂബക്കറിൽ വരാൻ കാരണം, ഈ മുഹമ്മദിൽ വരാൻ കാരണം. കാരണം ഈ ഖലീഫ ഉസ്മാനെതിരായിട്ട് ഉള്ള ആ അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത അന്ന് ഉറഞ്ഞു തുള്ളിയ പല ആൾക്കാരിലും മുമ്പത്തിലുള്ളതായിരുന്നു ഈ മുഹമ്മദ് ബിൻ അബീബക്കർ. അത് അലിയുടെ പ്രേരണയാണ്. അതായത് അലി വളർത്തിയെടുത്ത അലിയുടെ മസ്തിഷ്ക പ്രക്ഷാളനം കൊണ്ടാണ് ഈ മുഹമ്മദിന് ഇത്ര ഈ ഇങ്ങനെയുള്ള വാശി ഉണ്ടാകാൻ കാരണം. പ്രധാന പോയിന്റിലേക്ക് വരാം, ഗോത്ര മനോഭാവം. ഞാൻ 10 പേരുടെ പേര് പറഞ്ഞു. ഈ 10 പേര് മുഹാജിറാണ്. അതിൽ സ്വഭാവ ദൂഷ്യമുള്ള ആൾക്കാർ പോലും സ്വർഗീയ അവകാശികളായിട്ട് 10 പേരിൽ പറയുന്നുണ്ട്. എന്നാൽ മറുപക്ഷത്ത് അൻസാറുകളിൽ തങ്കലിപിയിൽ എഴുതപ്പെട്ട ഒരുപാട് സഹാബികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി. അദ്ദേഹം വലിയ ത്യാഗിയായിരുന്നു, പണ്ഡിതനായിരുന്നു. അദ്ദേഹം പിന്നെ ഇസ്ലാം മതം മറ്റുള്ളവരിൽ പഠിപ്പിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഗുരുനാഥനൊക്കെ ആയിരുന്നു. യാതൊരു സ്വഭാവ ദൂഷ്യങ്ങളും പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സ്വഭാവ മഹിമയുടെ ഒരു ഉടമയായിരുന്നു മുആദ് ബിൻ ജബൽ.
അദ്ദേഹത്തെ സ്വർഗാവകാശിയായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. അബൂ അയ്യൂബുൽ അൻസാരി, അതായത് നബി മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ നബിയെയും സംഘത്തെയും സ്വീകരിക്കാൻ വേണ്ടി മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് അബൂ അയ്യൂബുൽ അൻസാരി. എന്ന് മാത്രമല്ല, അന്ന് ആദ്യമായി നബിയുടെ ഒട്ടകം മുട്ടുമുട്ടിയ സ്ഥലത്ത് ഞാൻ താമസിക്കുമെന്ന് പറഞ്ഞത് അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലായിരുന്നു. അദ്ദേഹം അപ്പോൾ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ആതിഥേയനാണ് അബൂ അയ്യൂബുൽ അൻസാരി. പിന്നെ എല്ലാം നബിയുടെ അങ്ങേയറ്റം നബിയെ നിഴല് പോലെ പിന്തുടർന്ന് സഹായിച്ച ആളാണ് അബൂ അയ്യൂബുൽ അൻസാരി. ചെറിയ വിവാഹം, അതായത് ഇവിടെ നമ്മുടെ അല്ല തെബൂക്ക് അല്ല, ഇവിടെ തെബൂക്കല്ല, എന്താണ് ഈ ജൂതന്മാരുമായിട്ട് നടന്ന പിന്നെ ഈ യുദ്ധം ഉണ്ടായിരുന്നല്ലോ അവസാനം. അതായത് സഫിയയുടെ ഭർത്താവിനെയൊക്കെ അല്ല, ഖന്തക്കല്ല, അല്ല അല്ല അതൊന്നുമല്ല, പിന്നെ ഖൈബർ യുദ്ധം. ഖൈബർ യുദ്ധത്തില് പിന്നെ എല്ലാ തടവുകാരായി പിടിച്ച സ്ത്രീകളിൽ പെട്ട ഒരു സുന്ദരിയായ സ്ത്രീയായിരുന്നു സഫിയ. സഫിയയും കൊണ്ട് രാപ്പാർക്കുന്നത് കണ്ടിട്ട് അബൂ അയ്യൂബുൽ അൻസാരിക്ക് വല്ലാത്ത ഒരു ബേജാറ്. കാരണം ഈ ശത്രുപക്ഷത്തിലെ ഈ സ്ത്രീയെ അതിന് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ നബി അവരുമായിട്ട് ഒന്നിച്ച് ശയിച്ചാൽ അഥവാ നബിയെ ഈ ചെറുപ്പക്കാരി വല്ലതും ചെയ്തു കളഞ്ഞെങ്കിലോ എന്നുള്ള ആശങ്ക കൊണ്ട് നബിയുടെ കൂടാരത്തിന് പുറത്ത് ഒരു വാളും പിടിച്ച് രാത്രി നേരം പുലരുന്നവരെ കാവലിൽ നിന്നു ആര് അബൂ അയ്യൂബുൽ അൻസാരി. അത് കണ്ടപ്പോൾ പ്രഭാതത്തിൽ നബി ഇത് കണ്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ അബൂ അയ്യൂബിൻ്റെ ത്യാഗത്തിൽ ആ ഒരു കാര്യത്തിൽ അബൂ അയ്യൂബിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ടും ഉറപ്പില്ല, അത് സ്വർഗം ഉറപ്പില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സ്വർഗം ഉറപ്പിച്ച ഇതില് അബൂ അയ്യൂബുൽ അൻസാരി ഇല്ല, മുആദ് ഇബ്നു ജബലില്ല. അബൂ ഉബാദ എന്ന് പറഞ്ഞിട്ട് വേറെ. അബൂ ഉബാദ എന്ന് പറഞ്ഞാൽ ആ സഹാബി എന്താന്ന് വെച്ചാൽ എത്ര പണം വേണോ നബിക്ക്, എന്ത് കാര്യത്തിനും എത്ര പണം വേണോ അത് പ്രശ്നമല്ല, അബൂ ഉബാദ കൊടുക്കും. അദ്ദേഹം ഒരു ബൗളിൽ ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ട് എല്ലാ ദിവസവും നബിക്ക് കൊണ്ടു കൊടുക്കും. നബി അതെന്ത് ചെയ്യുന്നില്ല, ഓരോ ദിവസം കിട്ടുന്ന ഓരോ ഭാഗ്യം എൻ്റെ വീട്ടിലേക്ക് പോകും. അതാണ് അങ്ങനത്തെ പിന്നെ വലിയ സഹാബികളായിരുന്നു ഞാൻ ഈ പറഞ്ഞ മുആദ് ഇബ്നു ജബലും അബൂ അയ്യൂബുൽ അൻസാരിയും അബൂ ഉബാദ ഇവരൊക്കെ. അവർക്കൊന്നും എന്താ ഈ സ്വർഗ്ഗാവകാശിയില്ല. എന്ന് മാത്രമല്ല പല ഘട്ടത്തിലും എന്താന്ന് വെച്ചാൽ ഒരവഗണനയാണ്. ഒരിക്കൽ എന്താന്ന് വെച്ചാൽ ഒരു യുദ്ധത്തിന് പോയ സ്ഥലത്തുനിന്ന് ഒരു മുഹാജിറുകാരനും ഒരു അൻസാരി പിന്നെ വിഭാഗത്തിൽപ്പെട്ട ഒരാളും തമ്മിൽ എന്താന്ന് വെച്ചാൽ ഒരു ഉന്തും തള്ളുണ്ടായി. വെള്ളം പിടിക്കുന്ന സ്ഥലത്ത്, വെള്ളം ശേഖരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ എന്താണെന്നറിയോ, ആ തർക്കത്തിൽ ഉമർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുഹാജിറിന്റെ പക്ഷത്തിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഇതിൻ്റെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന് പറഞ്ഞിട്ട്, അബ്ദുല്ലാഹി ഉബയ്യ് പറഞ്ഞ് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്താൽ അന്ന് മദീനയിലെത്തിയാൽ എന്നാൽ നമുക്കും കാണാം, നമുക്കും അവിടെ ശക്തി ഉള്ള സ്ഥലത്ത് നമ്മൾ എത്തും, അന്നേരം കാണാമെന്ന് ഇയാൾ വേദന കൊണ്ട് പറഞ്ഞതാ. അതാണ് ഖുർആനിലെ സൂറത്തുൽ മുനാഫിഖൂൻ ഇയാളെ മുനാഫിക്കായിട്ടാണ് നേരത്തെ നബി കണക്കാക്കിയെന്നാണ് പറയുന്നത്. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل എന്ന് പറയുന്ന ഇതാണ്. ഞങ്ങൾ മദീനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അന്തസ്സുള്ളവര് പിന്നെ നിന്ദ്യരായവരെ പുറത്താക്കൂ എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ പരാമർശിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ഒരു ഖുർആൻ വാക്യം. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് മുസ്ലിങ്ങളുടെ കൂടെ തന്നെയാണ്, പള്ളിയിൽ നമസ്കരിക്കുന്നുണ്ട്, യുദ്ധത്തിന് പോകുന്നുണ്ട്. അവസാനം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നബി എന്ത് ചെയ്ത് നമസ്കാരം ഉബയ്യിന് വേണ്ടി നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. അങ്ങനത്തെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ കൊണ്ടാണ് യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനത്തി ലയുഖ്രിജന്നൽ അഅസ്സു മിനൽ അദല്ല് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിമർശിക്കുന്നത്. ഇതൊക്കെയാണ് അർത്ഥം. അപ്പം ഇതെന്തില്ല അവിടെയും അപ്പം എന്താ വെച്ചാൽ ഉമർ പക്ഷം നിന്നതെന്ന് വെച്ചാൽ മുഹാജിറിന്റെ കൂടെ. നബി വഫാത്തായപ്പോ ഏറ്റവും കൂടുതൽ എന്നാൽ അപ്പോൾ നബി വഫാത്തായപ്പോ
അബൂ അയ്യൂബുൽ അൻസാരിയും അബൂ ഉബാദിയും ഇവരൊക്കെ പറഞ്ഞെന്താന്ന് വെച്ചാൽ, നിങ്ങള് മുഹാജിറുകൾ തമ്മിൽ ആരാന്നല്ലേ നിങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ തമ്മിലടിയാണെങ്കിൽ അതങ്ങനെ നടക്കും. അൻസാരികൾക്ക് ഒരു ഭരണാധികാരി ഞങ്ങൾ ഉണ്ടായിക്കോളും, ഞങ്ങളുടെ ഒരു കാര്യത്തിൽ ഒന്നും ചോദിക്കണ്ട. അൻസാരികൾക്ക് ഞങ്ങൾ ഉണ്ടാക്കും, അതിന്റെ നേതാവിനെ ഞങ്ങൾ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു. അത് ഇവർക്ക് സ്വീകാര്യമായില്ല. അങ്ങനെ എന്താന്ന് വെച്ചാൽ ഖലീഫ ഉമർ എന്താന്ന് വെച്ചാൽ അങ്ങേയറ്റം ഒരു 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 അദ്ദേഹത്തിന്റെ ആ കഴിവ് അത് ബലപ്രയോഗത്തിൽ കൂടി എന്ന് പറയാം. അങ്ങനെ അബൂ ഉബാദയുടെ കൈ പിടിച്ച് ബൈഅത്ത് കൊടുക്ക്, ബൈഅത്ത് തന്നെ പിന്തുണ. അങ്ങനെ പിന്തുണ അബൂബക്കറിന് കൊടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധത്തിനുണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. നമ്മളെ എന്താ വെച്ചാൽ തള്ളാൻ പറ്റാത്ത ആളെ കൊണ്ട് എന്താ സ്നേഹബുദ്ധിയ ഇങ്ങനെ ഒന്ന് സോപ്പിട്ട് ഒന്ന് നിർബന്ധിച്ചാൽ ചില ഘട്ടത്തിൽ വീണു. അങ്ങനെ എന്നിട്ടും എന്താ വെച്ചാൽ അബൂ അയ്യൂബുൽ അൻസാരിയോ അബൂബക്കറിനെ ബൈഅത്ത് ചെയ്തില്ല. ഇല്ല, അവരൊക്കെ ഇതിൽ നിന്ന് മാറി നിന്നു. പക്ഷേ എതിരും പ്രവർത്തിച്ചില്ല. പക്ഷേ എന്താന്ന് വെച്ചാൽ അങ്ങനെ മാറി നിന്നു. അലിയും അബൂബക്കറും തമ്മിൽ അലിയും അബൂബക്കറും തമ്മിൽ വലിയ ഭിന്നിട്ടു. അതോടുകൂടിയാണ് അവിടെ അതായത് അഹ്ലുസുന്നത്തും ഷിയത്ത് അലി. നമ്മൾ ഈ ഷിയാക്കൾ എന്ന് പറയുന്നത് ഷിയ എന്ന് പറഞ്ഞാൽ പാർട്ടി, ഷിയത്ത് അലി അലിയുടെ പാർട്ടി. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത് അതായത് സംയുക്തമായിട്ട് ഒരു അബൂബക്കറിന്റെ പിന്നിൽ അണിനിരന്ന വിഭാഗത്തിനാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അപ്പോ ഈ അലിയുടെ പാർട്ടിക്കാരെല്ലാം സുബൈർ ഇബ്നുൽ അവ്വാം, തൽഹത്ത് ബിൻ ഉബൈദ്, പിന്നെ വേറൊരാളുണ്ട് വലിയൊരു നല്ലൊരു പഠിപ്പൊക്കെ ഉള്ള നല്ല ആളാണ് സൽമാൻ അൽ ഫാരിസ്, പിന്നെ അമ്മാർ ഇബ്നു യാസിർ, പിന്നെ എ.ഡി. ഗിഫാരി, അബൂദറുൽ ഗിഫാരി. അദ്ദേഹം ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അലി ഖലീഫയാകണമെന്നുള്ള അഭിപ്രായം. പക്ഷെ ഭൂരിഭാഗവും അബൂബക്കർ ആകണമെന്നാണ്. ഈ തർക്കത്തിനിടയിൽ എന്തായെന്ന് വെച്ചാൽ നബിയുടെ ഖബറടക്കം, അതായത് മയ്യത്ത് സംസ്കരണം അത് വിസ്മരിക്കപ്പെട്ടു പോയോ, അല്ലെങ്കിൽ തർക്കം തീരാത്തത് കൊണ്ട് അത് നീട്ടി വെച്ച് പോയി. അത് എത്ര വരെ നീണ്ടു എന്ന് വെച്ചാൽ തിങ്കളാഴ്ച പിന്നെ മരണപ്പെടുകയാണെങ്കിൽ ബുധനാഴ്ച വൈകുന്നേരത്തോളം നീണ്ടുപോയി എന്നാണ് ഒരു റിപ്പോർട്ടിൽ. മൃതശരീരം അഴി തുടങ്ങിയിരിക്കുമല്ലോ. മൃതശരീരം അഴി തുടങ്ങിയിരിക്കുമല്ലോ. അങ്ങനെയൊന്നും നമ്മൾ പറയേണ്ടയില്ല എന്നാ പറയുന്നത്. അലിയുടെ ഒരു എന്താണ് വാക്ക് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതെന്താ വെച്ചാൽ അങ്ങയുടെ ദേഹം കസ്തൂരിയുടെ പിന്നെ ഗന്ധമാണല്ലോ ഉള്ളതെന്നൊക്കെ അലി പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വിശ്വസിക്കുക. ഉദാഹരണത്തിന് നോമ്പുകാരൻ്റെ വായ വാസനിക്കുക കസ്തൂരിയുടെ ഇതാണ്. അപ്പൊ അത് ഉപമയാണ്, നമുക്കെന്താ സത്യാവസ്ഥ ഒന്നറിയില്ല. ഏതായാലും അന്ന് ഇതുപോലെ എന്താണ് നമ്മളെ ഇതിവിടെ ഇന്നത്തെ മാതിരി ശീതീകരണ സംവിധാനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കാലാവസ്ഥ അത് ഡിസംബർ മാസത്തിലോ മറ്റാണെങ്കിൽ അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ ആണെങ്കിൽ തണുപ്പ് കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് ജീർണിക്കില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ എന്തായെന്ന് വെച്ചാൽ നബിയുടെ എവിടെയാ മറവ് ചെയ്തതെന്നറിയോ? ശ്മശാനത്തിലാണോ? അല്ല. അത് ശരിക്കും കേൾക്കണം. ആയിഷ ബീവിയുടെ റൂമിലാണ് നബിയെ മറവ് ചെയ്തത്. ആയിഷ ബീവിയുടെ ഈ റൂമിൽ നിന്ന് നബിയുടെ മൃതദേഹം ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. മദീന പള്ളിയുടെ മുന്നിലുള്ള എല്ലാവരും വിചാരിക്കുക, നമ്മുടെ സമുദായത്തിൽപ്പെട്ട നമ്മുടെ മുസ്ലിങ്ങളിൽപ്പെട്ട പലരും വിചാരിക്കും നബിയുടെ മയ്യത്തും പിന്നെ സഹാബികളെല്ലാം കൂടി മുന്നിൽ വെച്ച് നമസ്കരിച്ച് ജമാഅത്ത് നമസ്കാരം നടന്നിട്ടുണ്ട്. ഒന്നുമില്ല. ആയിഷ ബീവിയുടെ റൂമിൽ തന്നെയായി. കാരണം ദിവസം കഴിഞ്ഞുകൊണ്ട് ഇനി ഒന്നിനും നേരെയില്ല. അലി അവിടെ എന്താന്ന് വെച്ചാൽ വേഗം റൂമിൻ്റെ ഉള്ളിൽ തന്നെ കബർ കുഴിച്ചു. അവിടെ വെക്കാൻ പോവുക. അപ്പോൾ നബിയുടെ ഈ അന്ത്യകർമ്മത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് അകലെ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ നിരാശപ്പെട്ടു. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ അമീറായി തിരഞ്ഞെടുക്കപ്പെട്ട അബൂബക്കറിന് അധികാരമുണ്ടോ? ഇപ്പോ മുഹമ്മദ് ഖാൻ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ ഒരു ഉന്നത നേതാവാണ്. പക്ഷേ താങ്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ
ഞങ്ങൾക്ക് യുക്തിവാദികൾക്ക് അതിലെന്തെങ്കിലും, കാരണം മകനും പിന്നെ ഭാര്യയും ഒക്കെ എന്താണ് അവിടെ തീരുമാനിക്കുന്നത് അതുപോലെയാണ്. അതെ അതെ. അതുപോലെ ഇവിടെ ഇപ്പൊ വലിയ കുടുംബത്തിലെ ആള് അലിയാണ്. അപ്പൊ അലി എന്താണ് പറയുക, അതുപോലെ അല്ലാതെ അബൂബക്കറിന് ഒരു അഭിപ്രായവും അവിടെ നടക്കില്ല. അവസാനം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഇടിഞ്ഞ മുറി കൂടി പിന്നെ നബിയുടെ അനുയായികൾ ഇങ്ങനെ ഒന്ന് കടന്നു പോകും, ഒരു ഭാഗത്തു കൂടി കടന്നുപോയി മറ്റേ ഭാഗത്തു കൂടെ ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ്. 35,000-ഓളം പേരവിടെ കാത്തു നിന്നിരുന്നു. അവരെല്ലാം കണ്ടുപോയി എന്നല്ലാതെ കണ്ടുപോയി. ചിലരൊക്കെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് നമസ്കരിച്ചു, ചിലരിങ്ങനെ അല്ലാഹു മുഗ്ഫിർ ലഹു ഇങ്ങനെ മാത്രം വെറുതെ അത് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി. അപ്പൊ ആ നിലക്കുള്ള ഒരു അലങ്കോലപ്പെട്ട ജനാസ നമസ്കാരമായിരുന്നു നബിക്ക് നൽകിയത്. യഥാർത്ഥത്തില് അന്ത്യപ്രവാചകന് അവിടെ അദ്ദേഹത്തിന്റെ അനുയായികൾ ചരിത്ര പ്രസിദ്ധമായ ഒരു അന്തിമോപചാരമായിരുന്നു നൽകേണ്ടിയിരുന്നു. അതൊന്നും നടന്നില്ല. ഇതൊക്കെ ഗോത്രത്തിന്റെ ഭാഗമായിട്ട്, ഗോത്ര മനോഭാവത്തിന്റെ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ നമുക്ക് ഈ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാനുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ, വളരെയധികം ചരിത്രം അറിയുന്ന ആളാണ് അദ്ദേഹത്തെ. നമ്മൾ സുദീർഘമായ, നേരത്തെ അബ്ദുൽ അലി മാഷിന്റെ കാര്യം പറഞ്ഞതുപോലെ സുദീർഘമായ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാകുന്നുണ്ട്. ഇന്നത്തെ സമയത്തിന്റെ ഒരു കുറവ് കാരണം ഒരു കാര്യം കൂടെ, അൻസാരികൾ ആരെങ്കിലും ഖലീഫായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അൻസാരികൾ ഖലീഫായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ മുഹാജിറുകൾക്ക് പിന്തുണ കൊടുക്കാത്തതിന്റെ പേരിൽ പിന്നെ വലിയ പകയുണ്ടായിരുന്നു അബൂ അയ്യൂബ് അൻസാരിയോട്. നമ്മൾ പറയല്ലേ, അതായത് ഖലീഫ ഉമറിനെ എനിക്ക് വലിയ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞു, എന്നാലും അധികാരത്തിന്റെ കാര്യത്തിൽ കുറച്ച് ഗ്രഡ്ജുള്ള ആള് തന്നെയാണ്. സുഹൃത്തുക്കളെ, അതായത് മാനവരിൽ മഹോന്നതൻ നബിയായിരുന്നു. പക്ഷേ ആ മഹോന്നതനെ അതേപടി പിൻപറ്റിയ മനുഷ്യരാശിയുടെ ഇനി ഇങ്ങോട്ട് വരുന്ന മുസ്ലിങ്ങളുടെ മാതൃകാ പുരുഷന്മാരായിട്ട് ഈ അൻസാരികളെയും മുജാഹിദുകളെയും എങ്ങനെ കാണണം? എന്തായിരുന്നു അവരുടെ ബോധം? എന്തായിരുന്നു അവരുടെ ഗോത്രീയത? ആ ഗോത്രീയ മനോഭാവം അവരിൽ നിന്ന് പോലും വിട്ടുപോയിട്ടില്ല എന്ന് വളരെ ശക്തമായ ചരിത്ര വസ്തുതകളെ നിരത്തിക്കൊണ്ട് തന്നെയാണ് ഇദ്ദേഹം നമ്മോട് സംസാരിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിങ്ങൾക്ക് വീണ്ടും പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇടവാങ്ങുന്നു. അടുത്ത അധ്യായത്തിൽ ഇദ്ദേഹവുമായി, സുലൈമാൻ സാഹിബുമായി മീറ്റ് ചെയ്യുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്. താങ്കളുടെ പ്രഭാഷണം വളരെ വിലപ്പെട്ടതായിരുന്നു. മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനക്കാർ മറുപടി ഉണ്ടെങ്കിൽ പറയൂ എന്നൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് പണ്ഡിതനായ സുലൈമാൻ സാഹിബ് നിങ്ങളോട് സംസാരിച്ചത്. താങ്ക് യു വെരി മച്ച്.